അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൻ നബഅ 21-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. നിശ്ചയമായും നരകം ഒരു ഒളിസ്ഥലമായിരിക്കുന്നു. ഇന്ന തീർച്ചയായും ജഹന്നമ നരകം, കാനത്ത് അതായിരിക്കുന്നു, മിർസ്വാദ ഒരു പതിസ്ഥലം. ദൈവധിക്കാരികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സങ്കേതമാണ് ജഹന്നം അഥവാ നരകം. വിവിധ പേരുകളിൽ വിവിധ ഇടങ്ങളിൽ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിശേഷണങ്ങൾ ഖുർആൻ നരകത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ നിഷേധികൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷകളെക്കുറിച്ച് വിവിധ ഇടങ്ങളിൽ ഖുർആൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൂക്തത്തിൽ അള്ളാഹു നരകത്തെക്കുറിച്ച് പറയുന്നത് നരകം ഒരു മിർസ്വാദാണ് എന്നാണ്. അള്ളാഹുവെക്കുറിച്ച് അള്ളാഹു മിർസ്വാദിലാണ് എന്ന് സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അള്ളാഹു പതിസ്ഥലത്താണ്, ഒളിസ്ഥലത്താണ്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പടച്ചവൻ. അവൻ ഒന്നും കാണാതെ ഒന്നും അറിയാതെ മനുഷ്യരെ അങ്ങ് പടച്ചു വിട്ട് പിന്നീട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഏതോ ആകാശലോകത്ത് വിരാജിക്കുകയല്ല. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. എന്നാൽ ഇവിടെ ജഹന്നമിനെ കുറിച്ചാണ്, നരകത്തെക്കുറിച്ചാണ് മിർസ്വാദ് എന്ന് പറയുന്നത്. ഇരകളെ പിടിക്കാൻ വേണ്ടി ഒരുക്കുന്ന സ്ഥലമാണ് ഒളിസ്ഥലം അല്ലെങ്കിൽ പതിസ്ഥലം. അവിടെ ഇര വന്ന് ചാടും, ഇര അതിലേക്ക് പെടും, അതിനകത്ത് അകപ്പെടുകയും പിന്നീട് ആ ഒളിസ്ഥലത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. നരകം ഇന്ന് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഉള്ളതെങ്കിലും അത് തയ്യാറാണ്. അത് പതിസ്ഥലത്താണ്. ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം എന്നാൽ മറ്റുള്ള ആളുകൾ കാണാതെ ഇരിക്കാനുള്ള സ്ഥലം, കാണാത്ത സ്ഥലം. നരകത്തെ ഇന്ന് കണ്ടിട്ടില്ല. നരകമാകട്ടെ കൃത്യമായി സത്യനിഷേധികൾക്ക് വേണ്ടി, ദൈവധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടന മൊത്തം താളം തെറ്റി ലോകം അവസാനിക്കുമ്പോൾ, പ്രപഞ്ചം തകർന്നടിഞ്ഞ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് സൂര്യൻ്റെ പ്രകാശം കെട്ടുപോയി ആകാശം തകർന്ന് അങ്ങനെ ലോകം അവസാനിക്കുമ്പോൾ നരകമതാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയായി. അപ്പോൾ നരകം തയ്യാറാവാൻ സമയം പോലും എടുക്കുകയില്ല. നരകം വളരെ പൊടുന്നനെ സത്യനിഷേധികളുടെ വിചാരണ കഴിയുമ്പോഴേക്കും അവരെ പാർപ്പിക്കാനുള്ള പാർപ്പിടമായി, സങ്കേതമായി, ഏറ്റവും ദുഷിച്ച സങ്കേതമായി നരകം തയ്യാറായിട്ടുണ്ടാകും. താൻ ഇവിടെ എന്തായാലും, എന്ത് ചെയ്താലും, എന്ത് വിശ്വസിച്ചാലും, ഏതു രൂപത്തിൽ മുന്നോട്ട് പോയാലും ഒരു പ്രശ്നവുമില്ല, ഒന്നും ഭയക്കേണ്ടതില്ല എന്ന് കരുതുന്ന കടുത്ത ധിക്കാരികളുണ്ടല്ലോ, അത്തരം ധിക്കാരികൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ് നരകം കാത്തിരിക്കുന്നത്. അവരെ നരകം കുടുക്കുക തന്നെ ചെയ്യും, അവരതിൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും. അപ്പോൾ കരഞ്ഞത് കൊണ്ടോ വിലപിച്ചത് കൊണ്ടോ പുനർജീവിതം ആവശ്യപ്പെട്ട് നരകരക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാകില്ല. അതിനാൽ മിർസാദായി പതിസ്ഥലത്തിരിക്കുന്ന ആ നരകത്തെ ഭയന്നുകൊണ്ട് ആ നരകത്തിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി ഇവിടെ ഈ മണ്ണിൽ ഒരുക്കണം എന്നത് ഓരോരുത്തരും ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരൊറ്റ അക്ഷരം കൂടുതൽ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഇന്ന നൂന് ഇരട്ടിച്ചു വന്നു, മണിക്കുക. മിർസ്വാദ്, ദ് എന്ന് കൃത്യമായി വെളിപ്പെടുത്തി നിർത്തുക. മിർസാദ് അങ്ങനെ പറയരുത്, ദ് എന്ന് കേൾക്കണം. തൊത്തുബ് ജദ്, ഖാഫ്, ത്വാ, ബ, ജീമ്, ദാല് ഈ 5 അക്ഷരങ്ങളിൽ സുക്കൂൻ വന്നാൽ അത് ആയത്ത് അവസാനിക്കുമ്പോഴാണെങ്കിലും ഇടയിലാണെങ്കിലും കൃത്യമായി വെളിപ്പെടുത്തി ഉച്ചരിക്കണം എന്നതാണ് അവയുടെ നിയമം. ഇന്ന ജഹന്നമ കാനത് മിർസാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകമാകുന്ന പതിസ്ഥലത്തു നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ.